ക്യാമ്പസ് ഫെസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിനെയാണ്. ഈ പുരാതന പാട്ടെന്ന് കേട്ടിട്ടുണ്ടോ? പുരാതന പാട്ടാ? കേട്ടിട്ടില്ല. നമ്മളിൽ പലരും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ പുരാതന പാട്ട്. പക്ഷേ അത് പഠിച്ച് പ്രസന്റ് ചെയ്യാൻ റെഡി ആയിട്ടൊരു ടീം ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊന്ന് പരിചയപ്പെട്ടാലോ? ഉറപ്പായിട്ടും. ഓക്കെ, ഹലോ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് ടുബി. താര, സാന്ദ്ര, മരൻ, ശ്രദ്ധ. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇല്ലല്ലോ, കുറച്ച് പേര് ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പുരാതന പാട്ട് തന്നെ ചൂസ് ചെയ്യാനുള്ള ആ ഒരു റീസൺ? ശരിക്കും പുരാതന പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനായ കല്യാണങ്ങളിലും മറ്റ് വിശേഷ അവസരങ്ങളിലും പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ പുരാതന പാട്ട് അങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് അങ്ങനെ ഒത്തിരി അറിഞ്ഞുകൂടാത്തൊരു പാട്ടാണ് പുരാതന പാട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മളെടുക്കുമ്പോൾ ഒരു പാട്ടെടുക്കുമ്പോൾ ഒരു എല്ലാവരും കേട്ടിട്ടില്ലാത്ത ഒരു പുതുമയുള്ള ഒരു പാട്ടെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പാട്ടിൻ്റെ ലിറിക്സ് ആണെങ്കിലും അതിൻ്റെ ട്യൂണാണെങ്കിലും ഒക്കെ വ്യത്യസ്തത നിറഞ്ഞതാണ്. അപ്പം നമ്മളത് പാടിയപ്പോഴാണെങ്കിലും ഇവിടുത്തെ അതുപോലെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുകയും ചെയ്യും. അങ്ങനത്തെ പാട്ടുകളുണ്ട്. പിന്നെ നമുക്ക് അത് പാരമ്പര്യമായിട്ട് വരുന്ന കുറേ പാട്ടുകളാണ്. ഇനിയും പുതിയ തലമുറകൾക്ക് അത് ആ പാട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മളത് എടുക്കുക. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ഗ്രാനൈക്കാരാണ്. അപ്പം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും നമുക്കത് ഈസി ആയിട്ട് തോന്നി. ഓക്കെ, അപ്പം ഈ പുരാതന പാട്ടിൻ്റെ ഒരു 2 ലൈൻ പാടാവോ? പാടാലോ. നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയേറുന്നൾവേണം. നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉന്മയെഴുന്നേൽക്കവേണം. കന്ദീശനായ എഴുന്നള്ളി വന്നിട്ട് കർപ്പൂര പന്തലകമേ കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായാലും അൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക് മുന്നം മലങ്കര കൂടിയേറുമതിനാൽ തുമ്പൻ കീഴാടെന്ന ദേഹം മുതിർന്നവാനെ നെയ്യേ രാജമക്കളെന്നൻപതും കൂടി പൂകിന്ത് കുടിയാരുത്തമരാകും ഇവർ 400 കാസോലിക്കയരുളാലെ കപ്പൽ പൂകിന്ത് നെയ്യേ വന്ന പരദേശി കൊടുങ്ങല്ലൂർ പൂകിന്ത് അരജൻ കൊടുത്തോരു പദവികൾ ആദിത്യനും ചന്ദ്രനും അങ്ങുള്ള നാളൊക്കെ നെയ്യേ ആദിത്യനും ചന്ദ്രനും അങ്ങുള്ള നാളൊക്കെ മംഗല്യമെന്നതിന്റെ ഭംഗി പരവതിന് എങ്ങും നിറഞ്ഞ കന്നി അങ്ങിന്നാരുൾ തരിക ചുറ്റിലിരിക്കും ജനം കുറ്റം കൂറകൾ കണ്ടാൽ രജമാതാവെ പോലെ കുറ്റം പോരുത്തിടണം. പൊന്നണിന്തീടും തണ്ടുകരേറി മംഗ
വേല കാൺമാൻ വളർക്കൊടി മുൻപിൽ മുത്തണിന്തോനെ വാട്ടവും വീശി മെയ്യേ പിന്നണി മുന്നിലകമ്പടി നായി നിൻ വിളയാട്ടവും പാട്ടും മുത്തു ചിഹ്നത്തോടു ചിത്രം നിരത്തിതെ മുന്തിരിഞ്ഞ മാണിക്യ പളുങ്കു നിരത്തിതെ പച്ച വൈഡൂര്യം പവിഴം നിരത്തിതെ ശ്രീവായിലയുടെയോ മണിയുടെയോ നിരത്തിതെ ചിത്തിരിക്കകളും പൊന്നും പൂവോ നിരത്തിതെ കുങ്കുമത്തിൽ മണവാളൻ തൻ വരവു കാണാൻ കേറിയൊരു മേനിമേൽ കേറിയോ നിൽപ്പവനെ കുങ്കുമത്തിൽ മണവാട്ടി തൻ വരവു കാണാൻ കേറിയൊരു മേനിമേൽ കേറിയോ നിൽപ്പവനെ മാറാൻ പിറന്നു വരുകീസു കൈക്കൊണ്ടു കന്നി മടിയിൽ വളർന്നു വളർക്കയും തന്നെ സ്തുതിച്ചിരിക്കെ മുറുകവും തന്നെ തെളിഞ്ഞിരിക്കും കന്നി തനിക്കുള്ള നന്മ മാറാന്റെ 30 മാമോദിസ മുങ്ങി ശിഷ്യരുമീരാറു കൂടി മനസ്സോടിങ്ങനെ നടത്തി മാമോദിസ വഴിക്ക് ഉദരം നടത്തി മധുമേറ്റം പുതുമകൾ ചെയ്തു ദേവകന്നി തന്നെ വഴി പിറകിൽ ദൂരാം വാക്കു കേട്ടിട്ടിളയോരുമ്മ തന്നെ കണ്ടങ്ങപ്പുഴുതെ മതോ മറിയത്തോടൊന്ന് ചോദ്യമുത്തരമൊന്ന് ഒന്നിനോടൊന്നൊന്നു തഴുകി തായാണ്ടി തലയാണ്ടി കാഴ്ചതല്ലോ ഉന്മ കന്നി എന്നോട് ചൊല്ല് മാർഗമാണ് കന്നി മാറടഞ്ഞ ഉണ്ണി കാണുമെൻ കണ്ണാടി പോലെ ഉണ്മയായി പ്രസവിച്ചപ്പോൾ ഉന്മാവി തുടിച്ചതല്ലോ അടയാളം കുന്നുകുഴിച്ച് കുളിക്കിടവും തോന്നീരേ മണ്ണു വലിച്ച് മണിക്കിണറും തോന്നീരേ പൂവിട്ട കൂന്തലും പൂവും നനഞ്ഞീരേ പുഷ്പങ്ങൾ ചൂടും തലയും നനഞ്ഞീരേ പൊന്നും കിടാരത്തിൽ നീർ കോരി അവൻ കുളിച്ചു വെള്ളിക്കിടാരത്തിൽ നീർ കോരി അവൾ കുളിച്ചു പട്ടുമുണ്ട് പട്ടുറുമാൽ വേണമെന്ന് മണവാളൻ പട്ടുപുടവ പണിച്ചട്ട വേണമെന്ന് മണവാട്ടി ഓടത്തിൽ ചന്ദനം വേണമെന്ന് മണവാളൻ താലത്തിൽ കസ്തൂരി വേണമെന്ന് മണവാട്ടി പൊന്നും മെതിയടി മേൽ മെല്ലെ മെല്ലെ അവൻ നടന്നു വെള്ളി മെതിയടി മേൽ മെല്ലെ മെല്ലെ അവൾ നടന്നു അവൻ പോകും വഴിയെല്ലാം പൊന്നും പലക നിരത്തി നിരത്തി അവൾ പോകും വഴിയെല്ലാം വെള്ളിപ്പലക നിരത്തി നിരത്തി അവളിരിക്കും മാളികമേൽ കുങ്കുമപ്പനി നീര് അവളിരിക്കും മാളികമേൽ കളകങ്ങൾ കസ്തൂരി ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാരെ കൊടുങ്ങല്ലൂരങ്ങീരെ വന്നിറങ്ങി കൊച്ചിയിലാടി മൂകം കണ്ടവാറെ 7-4 വെടിയും വെടിവെച്ചു ഗോപുരം കേറുന്നപ്പോൾ ശിപ്പായിമാരവർ വിളികൊള്ളുന്നു സന്തുക്കളൊക്കെ തളരുന്നയ്യോ ഘോഷത്തോടെ ചെന്ന് കോട്ടമുക്ക് കോട്ടയിൽ മന്നൻ പെരുമതാരും തെയ്തേതകതോം തക തെയ്തേതകതോം തെയ്തേതകതോം തക തെയ്തേതകതോം ഒത്തുതീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാരെ കൊടുങ്ങല്ലൂരങ്ങീരെ വന്നിറങ്ങി കൊച്ചിയിലാടി മൂകം കണ്ടവാറേ സോ ടോമിൻ, ഇതാണ് നമ്മുടെ ഫാബ് ലാബിൻ്റെ ഫാക്കൽറ്റി ഇൻചാർജ് അഖിൽ സർ. ഹലോ സർ. സർ, നമ്മൾ മിക്ക കോളേജിലും കാണാത്തൊരു കാര്യമാണ് ഫാബ്രിക്കേഷൻ ലാബ് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇവിടെ ഇപ്പോൾ ഫാബ്രിക്കേഷൻ ലാബ് വരുമ്പോൾ ഈ ലാബിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് തരാമോ? ഫാബ് ലാബ് എന്നാൽ സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെ എങ്ങനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാം എന്നൊരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഫാബ് ലാബ് എന്നുള്ളൊരാശയം. ആദ്യമായിട്ട് ഫാബ് ലാബ് ആരംഭിച്ചത് അമേരിക്കയിലുള്ള മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അതിനുശേഷം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് ആദ്യമായിട്ടൊരു ഫാബ് ലാബ് ആരംഭിച്ചത് 2002 ഇന്ത്യയിലാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിൽ 43 ഫാബ് ലാബുകളാണുള്ളത്. അതിൽ 20 എണ്ണം കേരളത്തിലാണ്. അതിലൊരെണ്ണം ആണ് നമ്മുടെ വിശ്വതി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഫാബ് ലാബ്. ഇവിടെ നമുക്ക് എല്ലാ ഉപകരണങ്ങളും എല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങളാണ്. എല്ലാം തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണുള്ളത്. പിന്നെ നമുക്കൊരു സാധാരണക്കാരൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ, അതായത് ഒരുവൻ എന്തെങ്കിലും ഒരു
നൂതനമായ ഒരു പുതിയ ആശയവുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഉൽപ്പന്നം പൂർണ്ണമായും ഇവിടെ തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിരിയുമീ തളിലും കണ്ടു, എരിയുമീ തിരയിലും കണ്ടു, എന്നിലെ ശ്വാസമായി നീ നിറഞ്ഞു, എന്നാത്മാവിൻ നാളമായി നീ തെളിഞ്ഞു. ഈ നാദത്തിലും അതിൻ രൂപത്തിലും മഴവില്ലിലും തിങ്കളിൻ ചന്തത്തിലും യേശുനാഥ നിന്നെ കണ്ടു. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവായെന്നിൽ നിറഞ്ഞിടുവാൻ ഓ എന്നേശുവേ ഓ എൻ ജീവനേ
ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവാ എന്നിൽ നിറഞ്ഞിടുവാ. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. നീ വരും നേരമെൻ ജീവിതം സർവവും അലിവെഴും സ്നേഹത്തിൻ നിറവായിടും. സ്നേഹം ചൊരിഞ്ഞിടാനോ സ്ഥിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ. സ്നേഹം ചൊരിഞ്ഞിടാൻ സ്ഥിരൂപാനീ വന്നു വാണിടാൻ മനസ്സാകുമോ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവാ എന്നിൽ നിറഞ്ഞിടുവാ. ആദിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ആദിയും വ്യാധിയും ഉള്ളിലുണ്ടെങ്കിലും അരികിൽ നിൻ സാന്നിധ്യം മാത്രം മതി. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോ എന്നെ താങ്ങിടാൻ നീയുണ്ടല്ലോ. ഭാരം വഹിച്ചെന്നും ഞാൻ തളരുമ്പോ എന്നെ താങ്ങിടാൻ നീയുണ്ടല്ലോ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവാ എന്നിൽ നിറഞ്ഞിടുവാ. ഓ എൻ യേശുവേ, ഓ എൻ ജീവനേ, ആയൻ ഹൃദയത്തിൻ സൗഭാഗ്യമേ വാവാ എന്നിൽ
സോ ടോമിൻ, ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ഈ കോളേജിലെ ജീസസ് യൂത്തിലെ ഡാൻസുകാരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. എൻ്റെ പേര് അലൻ. ഞാൻ ഹേമന്ത്. മിഥുൻ. അശ്വിൻ. റെനറ്റ്. ഡീന. ജിൻഡ. ഞങ്ങളൊരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു. 3 സോങ്സ് ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ജീസസ് യൂത്ത് എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലോട്ട് വരുന്ന ഭയങ്കര സ്പിരിച്വൽ രീതിയിലോട്ട് മാത്രം പോകുന്ന കുറച്ച് മനുഷ്യരെയാണ്. പക്ഷേ നമുക്കറിയാം ജീസസ് യൂത്ത് അതിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളുമാണ്. ജീസസ് യൂത്തിൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അതെന്തൊക്കെയാണ്? എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വർഷമാണ് ആദ്യമായിട്ട് ജയവയിലേക്ക് വന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചത് ഇതെന്ന് പറയുമ്പോൾ കുർബാന അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പോകുന്ന ഒരു ടീമാണ്. എന്താ പറയുക, ദൈവത്തോട് ഭയങ്കര അടുത്ത് അങ്ങനെ ഒരു വേറൊരു ലൈഫിലേക്ക് പോകണമെന്നാണ്. പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയല്ല. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഉപരി എന്ന് പറയാം നമ്മളിപ്പോൾ ദൈവത്തോട് വളരെ അടുത്ത് ആ സ്നേഹത്തോടെ കൂടെയുള്ള കുട്ടികളോടൊക്കെ ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു സ്നേഹമൊക്കെ വരും നമുക്ക്. അപ്പോൾ ആ ഒരു ഇതിലൂടെ വരുമ്പോൾ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക എക്സ്ട്രീം ലെവലിലെത്തി അങ്ങനെ ഒരു ബന്ധം ഇവിടെ വരികയാണ് കുട്ടികൾ തമ്മിൽ. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, സ്കിറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു മീറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ് സംഭവം. The splendor of the King, clothed in majesty, let all the earth rejoice, let all the earth rejoice. He wraps himself in light, and darkness rises to hide, and trembles at his voice, trembles at his voice. How great is our God? Sing with me, how great is our God? And all will see how great is our God. Age to age he stands, and time is in his hand. Beginning and the end, beginning and the end. The Godhead three in one. Father, Spirit, Son, Lion and the Lamb, Lion and the Lamb. How great is our God? Sing with me, how great is our God? And all will see how great is our God. Praises rising, eyes are turning to you. We turn to you. Hope is stirring, hearts are yearning for you. We long for you. 'Cause when we see you, we find strength to face the day. In your presence, all our fears are washed away, washed away. Hosanna, Hosanna.
my dreams come alive. Life is for living. With you, I've made my decision. You lift me up, fill my eyes with wonder. Forever young in your love, this freedom's untainted. With you, no moment is wasted. See the sun now bursting through the clouds, black and white, turn to color all around. All is new in the Savior I have found. This is living now. This is living now. ഇവിടുത്തെ പ്രോഗ്രാംസും ആ ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കോളേജ് ഡേയ്സ് ആണ് ഓർമ്മ വന്നത്. ആ സ്റ്റേജിൽ കയറി കളിച്ചതും ക്ലാസ്സിലെ കാര്യങ്ങളും അതൊക്കെ ശരിക്കും പറയാം ഇത്രയും മനോഹരമായ ഒരു കോളേജ് വരാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിലും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റെഡി ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും തീർച്ചയായിട്ടും. അപ്പം നെക്സ്റ്റ് വീക്ക് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.